ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ ഈ കർത്താവെ സ്തോത്രം, മൺകൂടാരത്തു നിന്നുള്ള സ്തുതിയും സ്തോത്രവും ഇന്ന് പകൽക്കാലം ഞങ്ങൾ കർത്താവിനെ അർപ്പിക്കുവാൻ അവിടെ തയ്യാറോടെ, വളരെ ആകാംക്ഷയോടെ, ആഗ്രഹത്തോടെ കടന്നു വന്നിരിക്കുന്ന അപ്പാ, ഞങ്ങളെ ചിറകളിൽ കഴിഞ്ഞ ആഴ്ചക്കാലം പരിപാലിച്ചനായ സ്തോത്രം. കാൽവരി രക്തത്താൽ ഞങ്ങളെ കഴുകണം, ഞങ്ങളുടെ അധരങ്ങളെ കർത്താവ് ശുദ്ധീകരിക്കണം. കർത്താവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവ പ്രവൃത്തി നടക്കുവാൻ പരിശുദ്ധാത്മാവിന് ഇടയാകണം. ഞങ്ങളുടെ ആരാധനയിൽ അങ്ങ് പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരഞ്ഞാൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരഞ്ഞാൽ നിന്നെ മൂടി മറച്ചില്ലേ. സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. तेरे शत्रु का निशाना तुझको होना सफल, तेरे शत्रु का निशाना तुझ पर होगा ना सफल. आंखों की उतरले जैसे കണ്ണിന് കൃഷ്ണവനുപോലെ പരിപാലിച്ച ദൈവത്തിന് മഹത്വം. ഇന്നയോളം നമ്മളെ താങ്ങിയ ആ വൻഭുജം, ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വീര്യഭുജം, അതിന്നും കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ അവന്റെ കാത് ഇന്നും മന്ദമായി പോയിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയല്ലേ നമ്മൾ ഇന്ന് രാത്രി പകൽക്കാലം പാടുവാനിടയായി. കഴിഞ്ഞ ഒരു 2025 1 മാസം മുതൽ ഈ നിമിഷം വരെയും എത്രയോ നന്മകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ചത്.
ആ ഭൗമിക വശങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര അനർത്ഥങ്ങൾ നമ്മളെ കർത്താവ് പരിപാലിച്ചു. എത്രയോ ആപത്തുകളിൽ നിന്നും. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ മിടുക്കൊന്നുമല്ല. ഇവിടെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഓപ്പോസിറ്റ് പോയ വണ്ടിയിലെ ഡ്രൈവറെ ദൈവം ഒന്ന് തടഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ജീവനോട് ഇവിടെ ആയിരിക്കുന്നത്. എത്ര പേർ പട്ടുപോയി ഭൂമിയിൽ വിശ്വാസത്തിൽ നിന്നില്ലാതിരിക്കുമ്പോൾ ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പറയാൻ സാധിക്കില്ലേ, ഇന്നിയോളം എന്നെ നടത്തിയത് എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്. ജസ്റ്റ് കൗണ്ട് ദ ബ്ലെസ്സിങ്സ്. ഇന്ന് പൽക്കാലം ഹാവ് എൻ ആറ്റിറ്റ്യൂഡ് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലേ? നന്ദിയുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇന്ന് പൽക്കാലം ഒന്നായിരിക്കാം. നമ്മുടെ അധരങ്ങളൊക്കെയും ഒരു പരപ്രകടനം കൂടാതെ കഴിഞ്ഞ ആ ആണ്ടിൻ്റെ ആരംഭം മുതൽ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും ഒന്ന് എണ്ണി തുടങ്ങിയാൽ ഒരു വ്യക്തി പോലും അധരം അടക്കി ഇവിടെ കണ്ണുനീരില്ലാതിരിക്കുവാൻ സാധിക്കുകയില്ല. എനിക്ക് സാധിക്കുകയില്ല ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഒറ്റപ്പെടലിന്റെ രാത്രികളിൽ ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ എത്രയോ മൂർത്ത വാക്കുകൾ ലോക മനുഷ്യരിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഒക്കെയും കടന്നു വന്നപ്പോൾ, യെസ്, ഹല്ലേലൂയ, മകനെ മകളെ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ഞാൻ എൻ്റെ സമാധാനം, മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ സമാധാനം, ഈ സമാധാനം ഇല്ലാത്ത ലോകത്ത് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ ആ സ്വരം, അതല്ലേ നമ്മളെ ഇന്നേ വരെ നടത്തിയത്. ഹൗ മെനി പ്രൊവിഷൻസ് ഹി ഹാവ് ഗിവൻ ടു us. ഒന്ന് നോക്കിയാൽ എത്രയോ രോഗങ്ങൾ നമ്മൾക്ക് നേരെ കടന്നു വന്നു. ആമേൻ, സ്തോത്രം. തകർന്നു പോയി എത്രയോ പേർ, അതിനു മുമ്പിൽ ക്ഷീണിച്ചു പോയി. എന്നാൽ നമ്മളെ ഇന്നും നിലനിർത്തുന്ന ആ ദൈവ സ്നേഹത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ക്ഷീണിക്കുക മാത്രമല്ല, ആമേൻ, സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ അനേകരെ താങ്ങുവാൻ പോലും ഇടയാക്കി. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഇന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാം. എൻ്റെ വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ മറ്റൊരാളെ എനിക്ക് താങ്ങുവാൻ സാധിച്ചുവെങ്കിൽ അതൊരു ദൈവകൃപയാണ്. ഹല്ലേലൂയ. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം അതെനിക്ക് മാത്രമല്ല, അതുകൊണ്ട് മറ്റൊരാൾക്ക് സമാധാനം ഉണ്ടാക്കുവാൻ സാധിച്ചു എന്നെങ്കിൽ നമ്മളൊരു ദൈവകൃപയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നാം മറ്റുള്ളവരെക്കാളും വിശേഷത ഉള്ളവർ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ചില ഗാനങ്ങൾ വരികൾ നമ്മൾ ചേർന്നറിയാവുന്ന ഗാനങ്ങളാണ്. ഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഇന്ന് പകൽക്കാലം നമുക്ക് ചേർന്ന് കർത്താവിന് പാടി മഹത്വപ്പെടുത്താം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഓ നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും
ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. റോമർ 8:35 നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇവയൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ നമ്മുടെ ഒരു 20 വർഷം മുമ്പ് നമ്മളൊന്ന് ചിന്തിച്ച് വന്ന വഴികൾ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചാൽ, നമ്മളെ കരുതി, നമ്മളെ സ്നേഹിച്ച്, നമ്മളെ പരിപാലിച്ച ആ ദൈവ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വീണു പോകാമായിരുന്ന സാഹചര്യത്തിൽ നമ്മെ കരുതി നടത്തിയ ദൈവത്തിന്റെ കരത്തെ നമുക്കൊന്ന് ഓർക്കാം. 1000 നാവുകളാൽ അത് വർണ്ണിപ്പത് എഴുതൂ എന്ന് നമ്മൾ പാട്ടുകാരൻ പാടുന്ന പോലെ നമുക്ക് ചേർന്ന് പാടാം. എന്ത് അതിശയമേ ആ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരമേ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അത് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. എന്ത് അതിശയമേ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി
God, we look to you. We fix our eyes on you, Jesus. Oh, we pray, Spirit, that you would fall on us this morning. I pray, oh Father, that you would fall on us this morning, God. Stir us up. Oh, we thank you that you are our foundation, a stone, a tested stone, a precious cornerstone, a sure foundation. Whoever believes in me will not be in haste. Whoever believes in me will not be in haste. We thank you for your blood, your broken body that brings healing and restoration. We respond to you, Jesus, this morning. My hope is built on nothing less than Jesus' blood and righteousness. I dare not trust the sweetest frame, but wholly trust. Listen one more time. My hope is built on nothing less. My hope is built on nothing less than Jesus' blood and righteousness. I dare not trust the sweetest frame, but wholly trust in Jesus' name. And we sing in Christ alone, in Christ alone. Cornerstone, the weak are made strong in the Savior's love, and through the storm, He is Lord and Lord of all.
is Lord of all, Jesus, and He is Lord, oh Lord of all nations. He is Lord over your situation. He is Lord, and He is Lord, Lord of all nations over our lives. He is Lord. God, we are so thankful this morning that you are Lord over all. We are so thankful this morning. We are so thankful for this gospel. We are so thankful for the salvation that we have, God. I pray, oh God, that gratitude will just continue to increase in us, oh God, and that we will be called to be sent out, oh Lord, to share this love, that we received from you, Jesus, to share this salvation that we have in you, Jesus. Thank you, Jesus. Thank you, Jesus. And let's sing this. Then sings my soul, my Savior God, to thee. Oh, we sing this out, Lord, to you. How great thou art. How great thou art. Oh, my soul it sings. Then sings my soul, my Savior God, to thee. How great thou
joy shall fill my heart, that I should bow in humble adoration, and then proclaim, my God, how great Thou art. Then sings my soul, my Savior God, to Thee. And how great Thou art, how great Thou art. Then sings my soul, my Savior God, to Thee. And how great Thou art, how great Thou art. And then sings my soul, my Savior God, to Thee. And how great Thou art, how great Thou art. Then sings my soul, my Savior God, to Thee. How great Thou art, how great Thou art, how great Thou art, how great Thou art. God, we thank You, Jesus. How great You are. How great is our God. How great is our God, and our soul, it cries out. It cries out for You, Jesus. And I pray that You continue to move in us, Lord. And I pray that we'll continue to respond to You and give You our yes for the rest of our lives, to our last day, Jesus. Giving You our yes to You, Jesus. In whatever assignment that You have given us, Jesus. Let us be obedient to You, because You are so good and so great and so mighty. We thank You for Your lordship, for Your kingship, for Your leadership, Jesus. We surrender and submit to You, God. In Jesus' name, amen. We have come into the crowning segment of our worship service. That is the Lord's table. Prayerfully and faithfully, let us enter into the Lord's table and receive all the blessings that our Lord Jesus Christ has sent upon the cross of Calvary. Last week, as we have heard before, that we all been celebrating Thanksgiving, thanking God in everything and enjoying the meal and everything. One particular prayer statement related to the Lord's table has really touched me, related to Thanksgiving. As we all read in 1 Corinthians chapter 11, verse 23 to 32, the very first thing we read is, in the night which Jesus Christ has betrayed, He took the bread and He blessed it and He gave thanks. Amen. That is a heartbreaking Thanksgiving. Amen.
that we see related to the vicarious death of our Lord Jesus Christ upon the cross of Calvary. Let us all remember, when we receive all the blessings and walk in the virtues of God, that Jesus took the bread and gave thanks, and he said one statement: "This is my body, broken for you. Do it in remembrance of me." Amen. Amen. Till I come. Then he took the cup, he blessed it and said, "This is a new covenant or New Testament of my blood. As often you drink it, you declare my death." It is a heartbreaking thing for someone to thank God, Father God, Amen. for the bread, for the body, for his own body, and for his own blood. It was not an accidental prayer or thanksgiving. He knew every jot and jot. He knew everything that he is about to go through. From Gethsemane to Golgotha. Through different judges, through Pilate. And he knew every whipping that he is going to get. The Jewish people whip only 39 times. It's the law. They cannot exceed more than 40. So they stop it at 39. But it was not the Jewish people whipped Jesus. It was the Roman soldiers. Never know how many whipping he took. His bike was plowed like farmer's field. Knowing all that suffering, knowing all the vicarious death that he is going to take, knowing all that how much painful it will be on the cross. Father, we love you. Then he said, taking the bread, "This is my body, Amen. broken for you." How much of heartbreaking it will be. That one person knowing that he is going to be broken like the bread is going about to break. He went through such struggle, and then even he gave thanks. Thank you, Jesus. He thanked. Thank you, Lord. He thanked for his body. He thanked for his blood. For he knew one thing, why he is going to take that suffering, to save you and me, to make a new covenant, to redeem us from sin and shame, to give us healing and deliverance, to write our name in the book of life, that Jesus Christ can come into our hearts and dwell in our hearts. Thank you, Jesus. Thank you, Lord. Such a heartbreaking thing. We must be very humble, very, very humble. We must be very, very thoughtful of how much of pain that our Master went through to redeem us. As we are going to partake from the Lord's table, prayerfully examine yourself. You must be born again, must have the believer's baptism, should keep a right conscience with God and with your fellow men. Then you can also participate in the Lord's table and receive all the blessings
that our Lord Jesus Christ has sent upon the cross of Calvary, and be blessed. Cruciന്മേൽ ക്രൂശിന്മേൽ then എത്ര നാൾ തള്ളി ഞാൻ ഇത്രമാ സ്നേഹത്തെ, എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ, ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ, ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ പ്രാണനാഥൻ എൽ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൽ പേർക്കായി ചാകുന്നു. Precious people of the Lord, the bread which you are about to bless and eat typifies the precious body of Jesus Christ. And the cup which you are about to bless and drink typifies the innocent blood of Jesus Christ shed upon the cross of Calvary. Shall we pray for the bread? കർത്താവേ, കാൽവറി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട അവിടുത്തെ തിരുശരീരത്തെ കാണിക്കുന്ന ഈ അപ്പവുമായി ഏഴകൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ അപ്പത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു തരണമേ. ഈ അപ്പത്തിൽ നിന്ന് അവിടുത്തെ ജനമാകുന്ന ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവിടുത്തെ ബലവും പുഷ്ടിയും ശക്തിയും ഞങ്ങളുടെ മർത്യശരീരങ്ങളിൽ മേൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ ഈ തിരുമേശയിൽ പങ്കുകൊള്ളുമ്പോൾ അവിടുത്തെ സൗഖ്യം അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം തന്നെ ഈ പകൽക്കാലം അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറിയിൽ തിരുശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുകയും വലിയൊരു വീണ്ടെടുപ്പ് നേടിത്തരികയും ചെയ്തതിനാൽ സ്തോത്രം. ബലഹീനരായ ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങൾ ക്ഷമിച്ച് അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് തിരുമേശയിൽ വിശുദ്ധിയോടെ പങ്കുകൊള്ളുവാൻ സഹായിക്കണമേ. അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചു തന്നതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം അനുഗ്രഹിച്ച് ഭക്ഷിക്കുവാൻ പോകുന്ന ഈ അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു ശരീരത്തിൻ്റെ ഓർമ്മയല്ലയോ? നമ്മുടെ ദേഹത്തിൻ്റെയും ദേഹിയുടെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിനായി കാൽവറിയിൽ നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു ശരീരത്തിൻ്റെ ഓർമ്മ വാങ്ങി ഭക്ഷിപ്പീൻ. കർത്താവ് അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചു തന്നു. അവിടുന്ന് പാനപാത്രത്തെയും വാഴ്ത്തി അനുഗ്രഹിച്ച് തരേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, അവിടുന്ന് അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചു തന്നു.
അവിടുത്തെ ഓമനപുത്രന്റെ തിരു രക്തത്തെ കാണിക്കുന്ന ഈ പാനപാത്രവുമായി ഏഴകൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ പാനപാത്രത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു തരണമേ. ഈ പാനപാത്രത്തിൽ നിന്ന് അവിടുത്തെ ജനമാകുന്ന ഞങ്ങൾ പാനം ചെയ്യുമ്പോൾ അവിടുത്തെ കുറ്റമില്ലാത്ത തിരുരക്തം ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നാടിനരമ്പുകളിൽ കൂടെ മാംസപേശികളിൽ കൂടി ഒഴുകി വിടുതലും അനുഗ്രഹവും സമൃദ്ധിയും അനുഭവിപ്പാനിടയാക്കണമേ. ആ പാനപാത്രത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചു തന്നതിനാൽ സ്തോത്രം. തുടർമാനമായി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. അവിടുന്ന് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെ നിങ്ങൾ എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നുവെന്ന് പറഞ്ഞു. നാം അനുഗ്രഹിച്ച് ഹല്ലേലൂയ പാനം ചെയ്യുവാൻ പോകുന്ന പാനപാത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നമ്മുടെ ദേഹത്തിന്റെയും ദേഹിയുടെയും ആത്മാവിന്റെയും വീണ്ടെടുപ്പിനായി കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ ഓർമ്മ പാനം ചെയ്യുവീൻ. കർത്താവ് അപ്പവിഞ്ഞുകളെ വാഴ്ത്തി അനുഗ്രഹിച്ചു തരികയും അതിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തക്കവണ്ണം പൊന്നു കർത്താവ് നമ്മെ സഹായിക്കുകയും ചെയ്തതിനാൽ നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിക്കപ്പെട്ടിരിക്കുന്ന ഈ സത്യം വിളിച്ചറിയിക്കുന്നത് അനേകരും ഈ കൃപയിലേക്ക് വരുവാനുണ്ട് എന്നുള്ളതാണ്. ആത്മാക്കളുടെ ഉടയവൻ കൊയ്ത്തിന്റെ യജമാനൻ നമുക്ക് ആത്മാക്കളെ നൽകട്ടെ. ആത്മഭാരത്തോടുകൂടെ സുവിശേഷം അറിയിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സുവിശേഷം നിമിത്തം സർവ്വ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ജയിൽവാസം അനുഭവിക്കുന്നവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേശയോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്, കർത്താവ് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന്. ആകയാൽ ഈ മേശ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ വരവിന്റെ അടയാളങ്ങൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ വേരൂന്നി പ്രത്യാശയിൽ പൊന്തി വിശ്വാസത്തിൽ വർദ്ധിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. തുടർമാനമായുള്ള ശുശ്രൂഷകളിൽ കർത്താവിന്റെ അനുഗ്രഹം ചൊരിയപ്പെടേണ്ടതിനും അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം എടുക്കപ്പെടുവാൻ പോകുന്ന സ്തോത്ര വഴിപാടിൽ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ ലഭിക്കേണ്ടതിനു വേണ്ടിയും പ്രത്യേകമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോത്ത വർഗീസ് പ്രാർത്ഥിച്ചാട്ടെ. പാടുകളെ വീണ്ടും അടിയങ്ങളെ ഓർക്കുവാൻ തക്കവണ്ണം നീ അടിയങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ നിന്റെ സന്നിധിയിൽ അടിയങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. കർത്താവേ നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ അടിയങ്ങളെ തന്നെ ഒരുക്കുവാൻ കർത്താവേ നിന്റെ കൃപയിൽ വർദ്ധിച്ചു വരുവാൻ നിന്റെ ജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുവാൻ നിനക്ക് വേണ്ടി പ്രയോജനമുള്ളവരായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. നിന്റെ ആത്മാവിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം നീ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇത് മുഖാന്തരം കർത്താവേ നിന്റെ ജനം അടിയങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ കർത്താവേ ശരീരത്തിലും ആത്മാവിലും ശക്തിപ്പെടുവാൻ കർത്താവേ ഇത് മുഖാന്തരമായി തീരട്ടെ. നിന്റെ നാമം ഇവിടെ മഹത്വപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. തുടർന്ന് നടക്കുവാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും തുടർന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾ ശ്രമിപ്പാൻ, വചനപ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ, വചനപ്രകാരം ഞങ്ങൾ കർത്താവെ നിന്റെ നാമത്തെ ഉയർത്തുവാൻ നീ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ബലമുള്ള കരങ്ങളിൽ സകലോ അടിയങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്ര വഴിപാടെടുക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നിൻ വചനം ആശ്വസിക്കൂ, നിൻ വചനം ധ്യാനിക്കുമ്പോൾ
എൻ ഹൃദയം ആശ്വസിക്കൂ കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നയിക്കണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. May I greet all of you in the precious name of our Lord and Savior Jesus Christ. ഇന്ന് പകൽക്കാലം ഇത്രത്തോളം കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കിയല്ലോ. അവിടുത്തെ മഹാദയയ്ക്കും കൃപയ്ക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. I praise and thank God that He has enabled us to be able to experience His grace all throughout what we have experienced so far this morning. ഇന്ന് നമ്മുടെ മധ്യത്തിൽ അതിഥികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകം സഹായിക്കുമാറാകട്ടെ. I am also praying for all the guests we have in our midst this morning. May God bless all of you. I want to make an apologize. ഈ സന്ദർഭത്തിൽ ഒരു പ്രത്യേക ക്ഷമാപണം എനിക്ക് പറയുവാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി മുമ്പോട്ട് കടന്നു വന്ന് അനൗൺസ്മെന്റ് ചെയ്യേണ്ട സമയമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ചില മിനിറ്റുകൾ നേരത്തെ നിർത്തി അനൗൺസ്മെൻറ്റിന് സമയം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ചർച്ചിൻ്റെതായിട്ട് അറിയിക്കുവാനായിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുന്നു. I just want to apologize also. I asked our secretary Raju uncle to take some time at the end. He had meant to take it now, but we'll set aside some time for him to give a special announcement. സമയം അങ്ങനെ ഒത്തിരി മുമ്പോട്ട് പോയത് കൊണ്ടാണ് ഞാൻ രാജുവിനോട് അങ്ങനെ പറഞ്ഞ. ഈ അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക്സ് വെരി മച്ച് രാജു. കർത്താവ് പ്രത്യേകമായി സഹായിക്കുമാറാകട്ടെ. അതിഥികളായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ ഡോക്ടർ അജയ്, താങ്ക് യു for coming and blessing us. God's grace be there with you and with your ministry. Blessings. Thank you and welcome to all of our guests, especially Pastor Ajay. Thank you for your word this morning. പെട്ടെന്ന് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നെ ഏൽപ്പിച്ചതായ ദൂത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളാണ്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 13-14 വേദവാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, സങ്കീർത്തനം 2-ന്റെ 6-7 വാക്യങ്ങൾ. സമയലാഭത്തിനായി ദാനിയേൽ പ്രവചനം മാത്രം വായിക്കുന്നു. The texts that I have before us today are Daniel chapter 7 verses 13 and 14, Revelation chapter 11 verse 15, Psalm 2 verses 6 and 7. For the sake of time, I will only read from Daniel 7. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോടെ സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്ത വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിനെ അവനെ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ച് പോകാത്തതുമാകുന്നു. In my vision at night I looked, and there before me was one like a son of man, coming with clouds of heaven. He approached the Ancient of Days and was led into his presence. He was given authority, glory, and sovereign power. All peoples, nations, and men of every language worshipped him. His dominion is an everlasting dominion that will not pass away, and his kingdom is one that will never be destroyed. പുണ്യകർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നു. അവിടുത്തെ ദാസന്മാരിൽ കൂടെ അവിടുത്തെ ജനത്തിന് ആവശ്യമായ ദൂത് കർത്താവ് നൽകുകയും തിരുനാമം അങ്ങനെ മഹിമപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. അന്ധകാര ശക്തികളെ ഫൽസിക്കണമേ. തിരുവചന കേൾവിഴിയിലുള്ള അനുഗ്രഹം ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേൾക്കപ്പെട്ട ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽക്കാലം the coronation of Jesus Christ, the King of Kings, രാജാതിരാജാവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പട്ടാഭിഷേകം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം സംസാരിപ്പാനാണ് ക്രിസ്തു യേശുവിൽ ആഗ്രഹിക്കുന്നത്. The main theme, the foundation of the passage that we read, and the title of my message this morning is the coronation of Jesus Christ, the King of Kings. ഈ വായിച്ച വേദഭാഗം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ബെൽഷസ്സർ ഭരിക്കുന്ന 1-ാം വർഷം ബാബിലോണി രാജാവായ അവസാനത്തെ രാജാവായ ഒരു ഭോഷനും ഒരു വിക്കറ്റ് കിങ്ങുമായ ബെൽഷസ്സറിന്റെ 1-ാം വർഷത്തെ ഭരണത്തിൽ ഹല്ലേലൂയ പ്രവാചകനായ ദാനിയേലിന് കിട്ടിയ വലിയ വെളിപ്പാടിൽ ലഭ്യമായ ചില വേദഭാഗങ്ങളാണ് വായിച്ചത്. In Daniel chapter 7, we read about the prophet Daniel and the vision that he received during the first year of the last king of Babylon, Belshazzar's vision that he received during that reign of that wicked king. ബെൽഷസ്സറിന്റെ അവസാനം നമുക്കറിയാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലുണ്ടോ തന്റെ ഭോഷത്വത്തെ പറ്റിയും മേനെ തെക്കേ ലൂർഫസീർ എന്നുള്ളതായ കൈയെഴുത്തിനെ പറ്റിയും ദൈവത്തിന്റെ കൈയെഴുത്തിനെ പറ്റിയും മേദ്യ പാർസികൾ വന്ന് ബെൽഷസ്സറിനെ തോൽപ്പിച്ചതും അന്ന് രാത്രി താൻ മരിച്ചുപോയതും ഒക്കെ നമുക്ക് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ അറിയാം. In Daniel chapter 5, we read about King Belshazzar and his foolishness and what happened that night when he was celebrating the writing that was on the wall, and how that very night his kingdom was divided between the Medes and the Persians. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായവും 7-ാം അധ്യായവും ചേർന്ന് കിടക്കുന്നതാണ്. ഒരേ കാര്യം തന്നെയാണ് അതിൽ കാണുവാൻ സാധിക്കുന്നത്. And we see that similar topic is mentioned in this chapter also. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ലോക രാഷ്ട്രങ്ങളാകുന്ന ലോക സാമ്രാജ്യങ്ങളാകുന്ന 4 സാമ്രാജ്യങ്ങളെ കാണുവാൻ സാധിക്കും. In chapters 2 and chapter 7, we read about 4 kingdoms that are mentioned here. ആദ്യം ബാബിലോണ്യ സാമ്രാജ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം. ഈ 4 സാമ്രാജ്യങ്ങളെയാണ് ഈ 2 അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. In these 2 chapters, we read about 4 kingdoms: the Babylonian Empire, the Persian Empire, the Greek Empire, and finally the Roman Empire. പ്രവാചകനായ ദാനിയേൽ 7-ാം അധ്യായത്തിൽ ഈ വലിയ വെളിപ്പാട് 4 സാമ്രാജ്യങ്ങളെ പറ്റി കണ്ടുകൊണ്ടിരുന്നിട്ട് അതിന്റെ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 4-ാമത്തെ സാമ്രാജ്യമാകുന്ന ഘോരവും ഭയങ്കരവുമായ റോമ സാമ്രാജ്യത്തെയാണ് കാണുന്നത്. And as we read through the passage, as we get to verses 7 and 8, we read about this very powerful empire, the Roman Empire, which was a very wicked empire at that time. ഈ റോമ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലമാകുമ്പോഴാണ് യേശുക്രിസ്തു ഒരു ചെറിയ കൊമ്പായി 10 കൊമ്പുകളുള്ള റോമ സാമ്രാജ്യത്തിൽ നിന്നും ഉയർന്നു വരുന്നത് ദാനിയേൽ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ കാണുകയാണ്. And in Daniel 7, we read that out of the Roman Empire, the 10 horns are represented there, and out of this comes one little horn which represents the Antichrist. ഈ യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതായ കാര്യങ്ങൾ 7-ാം അധ്യായത്തിൽ അല്പമായി വിവരിച്ചതിന് ശേഷം, തന്റെ ദർശനത്തിൽ കൂടെ താൻ കണ്ടതിന് ശേഷം കൊമ്പ് എന്നവിടെ പറയുന്നത് എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തു പറഞ്ഞ വമ്പും ദൂഷണവും നിമിത്തം ഹല്ലേലൂയ സ്തോത്രം, സ്വർഗാദി സ്വർഗങ്ങളിൽ പിതാവായ ദൈവം
സിംഹാസനം ഇടുന്നതാണ് കാണുന്നത്. And we read throughout the passage as Daniel explains what's happening with the little horn and the Antichrist. And as all of this is taking place, we see that the throne of God ultimately comes down at the end. ഈ സിംഹാസനത്തിൽ പുരാതനായവൻ വയോധികനായ ancient of days ഹല്ലേലൂയ പിതാവായ ദൈവം ഇരിക്കുകയാണ്, സിംഹാസനമാകുകയാണ്. And the last thing that he sees is that the Ancient of Days is seated on this throne at the end of chapter 7. ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്യുകയാണ്. 10,000 പേർ അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദർശനമാണ് ദാനിയേൽ And കണ്ടുകൊണ്ടിരിക്കുന്നത്. Daniel is seeing this vision of thousands upon thousands serving him, tens of thousands worshiping him. ആ സന്ദർഭത്തിലാണ് ദാനിയേൽ കാണുന്നത് ആകാശമേഘങ്ങളിൽ കൂടെ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. And it's in the midst of this that Daniel sees this vision of one like a son of man coming with the clouds of heaven. ഈ മനുഷ്യപുത്രനോട് സദൃശനായവൻ മറ്റാരുമല്ല, നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവാണ്. And this is no one else other than our Lord Jesus Christ. ഈ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം 1000 ലക്ഷോപലക്ഷം ഇനൂമറബിൾ ആയിട്ടുള്ളതായ ഏഞ്ചലിക് ബീയിങ്സിന്റെ മുമ്പില്, തിരുസഭയുടെ മുമ്പില്, പഴയ നിയമ വിശുദ്ധന്മാരുടെ മുമ്പില്, കോടാനുകോടി ജനത്തിന്റെ മുമ്പിൽ പട്ടാഭിഷേകം ചെയ്യുന്നതാണ് 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. And it's in the midst of multitudes of angels and of all the patriarchs and all those in the Old Testament, the church. It's in the midst of all of this that God Almighty is giving him all authority at the end of these verses. അല്പം നമുക്ക് പുറകോട്ട് കടന്നു വരേണ്ടിയിരിക്കുന്നു. We need to come back to a few verses before. എന്നാൽ അതിനു മുമ്പ് ഒരു മിനിറ്റ് 7-ാം അധ്യായത്തിന്റെ താക്കോൽ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. And I want to bring your attention to one of the main verses of chapter 7 before that. ആ 7-ാം അധ്യായത്തിന്റെ 28-ാം വാക്യമാണ് ആ 7-ാം അധ്യായത്തിന്റെ താക്കോൽ വാക്യം. The key verse in chapter 7 is verse 28. Hitherto is the end of the matter എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. And it says this, hitherto is the end of the matter. അതിനകത്തെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായവും ദാനിയേൽ പ്രവചനം മുഴുവനും തിരുവചനം മുഴുവനും ആ വാക്യശകലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. Everything is hanging on this one verse in chapter 7, verse 28. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. Hitherto is the end of the matter. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം ഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. Something that all of you who are listening to me this morning need to understand is hitherto, this is how the matter ends. എങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി? What is the end of the matter? ബാബിലോണിയന്റെ ഭരണത്തിലല്ല കാര്യങ്ങളുടെ സമാപ്തി. The completion of matters is not with the end of the Babylonian Empire. മേദ്യപാർശ്വരുടെ ഭരണത്തിലല്ല കാര്യങ്ങളുടെ സമാപ്തി. It's not the end of the matter in the Medes and Persian Empire. ഗ്രീക്ക് സാമ്രാജ്യമോ അലക്സാണ്ട്രോ അല്ല കാര്യങ്ങളുടെ സമാപ്തി. The end of the matter is not the Greek Empire or Alexander the Great. ഘോരവും ഭയങ്കരവുമായ റോമ സാമ്രാജ്യമല്ല കാര്യങ്ങളുടെ സമാപ്തി. It's not the great and terrifying empire of Rome that is the end of the matter. വമ്പും ദൂഷണവും പറയുവാൻ പോകുന്ന എതിർ ക്രിസ്തുവല്ല, വരുവാൻ പോകുന്ന എതിർ ക്രിസ്തുവല്ല കാര്യങ്ങളുടെ സമാപ്തി. It's not the boastful little horn, the Antichrist, that is the end of the പിന്നെ matter. എന്താണ് കാര്യങ്ങളുടെ സമാപ്തി? Then what is the end of the matter? കാര്യങ്ങളുടെ സമാപ്തി സകലത്തെയും ഭരിക്കുവാൻ നമ്മുടെ രക്ഷകനായ കർത്താവ് രാജാധിരാജാവായി പട്ടാഭിഷേകം പ്രാപിച്ച് ഇറങ്ങി വരുവാൻ പോവുകയാണ്.
അതാണ് കാര്യങ്ങളുടെ സമാപ്തി. The end of the matter is that our Lord and Savior Jesus Christ, He is coming back, being given all authority to be ruler over all. ഇപ്പോൾ നീ കടന്നു പോകുന്ന കഷ്ടതയല്ല നിന്റെ സമാപ്തി. It is not the end of the matter that whatever sufferings that you are going നിന്റെ through now. ശരീരത്തിന്റെ വേദനയല്ല കാര്യങ്ങളുടെ സമാപ്തി. It's not the pain in your body that is the end of the matter. നിന്റെ മനോവ്യഥയല്ല കാര്യങ്ങളുടെ സമാപ്തി. It's not the thoughts or the anxious thoughts that you have in your mind that are the end of the നമ്മുടെ matter. രക്ഷകനായ കർത്താവിനോട് കൂടെ രാജാക്കന്മാരായി പ്രഭുക്കന്മാരായി നാം നിത്യമായി വാഴുവാൻ പോകുന്നു. അതാണ് കാര്യങ്ങളുടെ സമാപ്തി. There's coming a day when we are going to reign with our Lord and Savior Jesus Christ. That is the end of the matter. രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വിളിക്കപ്പെട്ടതിന്റെ ശ്രേഷ്ഠത അതാണ്. That is the great importance of being called as kings and priests. ഇന്ന് തിരുസഭ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. Today the church is being persecuted. വളരെ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. There are many trials and sufferings that the church is going through. നാം പലപ്പോഴും പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Many of us are being ridiculed. സാത്താന്റെ അട്ടഹാസം പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. And we're seeing the works of Satan taking place. ഈ സന്ദർഭത്തിലൊക്കെ നാം ഒരു കാര്യം അകത്തം മനസ്സിലാക്കിക്കോണം. ഇതൊന്നും കാര്യങ്ങളുടെ സമാപ്തിയല്ല. കാര്യങ്ങളുടെ സമാപ്തി എന്ന് പറയുന്നത് എൻ്റെ കർത്താവിനോടുകൂടെ ഞാൻ 1000 ആണ്ട് വാഴും. എൻ്റെ കർത്താവിനോടുകൂടെ രാജാക്കന്മാരായി പ്രഭുക്കന്മാരായി ഞാൻ വാഴും. ഹല്ലേലൂയ. But that one thing we have to remember is that none of that is the matter. One day we will be reigning with our Lord forever and ever. 3 കാര്യങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ ഈ വാസ്തവത്തിൽ ഈ മെസ്സേജ് എനിക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ മുമ്പിലത്തെ വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയതായ ആ ടോപ്പിക് ഉണ്ടല്ലോ, കിങ്ഡം ഓഫ് ഗോഡ്, അതിനോടുള്ള ബന്ധത്തിലാണ് എനിക്കിത് കിട്ടിയത്. I prepared this message in relation to the topic that we had received before, the kingdom of God. വെള്ളിയാഴ്ച അല്പമായി ആ കിങ്ഡത്തെ പറ്റി ഞാൻ പോകുന്നതായ സെൽ മീറ്റിംഗിൽ സംസാരിക്കാനിടയായി. And the Friday before last, when we had our cell meetings, I was able to share a little bit about this topic. എല്ലാ സെൽ മീറ്റിംഗിലും നിങ്ങളത് കർത്താവിന്റെ ദൈവരാജ്യത്തെ പറ്റി കേട്ടുവെന്ന് ഞാനും വിശ്വസിക്കുന്നു. And I trust that in all the area meetings that took place, that this topic was ആ presented. സന്ദർഭത്തിലാണ് ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗമായ ഈ ചാപ്റ്റർ എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നത്. And it's in relation to that topic that this chapter, this passage came into my mind. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യം നാം അറിഞ്ഞിരിക്കണം. There are 3 things that we need to remember in relation to the kingdom of God. പിതാവായ ദൈവമാണ് ദൈവരാജ്യത്തിന്റെ ഉടമ എന്ന് പറയുന്നത്. ഓണർഷിപ്പ്. The ownership of the kingdom of God belongs to God the Father. 102 സങ്കീർത്തനത്തിൽ 103 സങ്കീർത്തനത്തിന്റെ 19 മുതൽ 22 വരെ മറ്റു പല വേദഭാഗങ്ങളിലും അത് പ്രത്യേകം പറയുന്നുണ്ട്. And we see that this is clearly shown in Psalm 103 verses 19 through 22 and in other passages also. ദൈവരാജ്യത്തിന്റെ വിശാലത 103 സങ്കീർത്തനത്തിന്റെ 19 മുതൽ പറയുന്നുണ്ട്. And we see what is mentioned about Can you bring it up there, please? how big the kingdom of God is in verse Psalm 103. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും അവൻ സൃഷ്ടിച്ച സകലത്തെയും ഭരിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവരാജ്യത്തിലുള്ളതാണ്. Whatever God has created, all of it is under his kingdom. കരയുന്ന കാക്കക്കുഞ്ഞിനും ആഹാരം കൊടുക്കുന്ന വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. And even the small raven, when it cries out, everything within the kingdom belongs to God. എന്നാൽ ഈ വലിയ ദൈവരാജ്യ സാമ്രാജ്യത്തിനകത്ത് ഈ സാമ്രാജ്യത്തിന്റെ മകുടമായി, ഈ സാമ്രാജ്യത്തിന്റെ തലയായി, ദൈവത്തിന്റെ സാദൃശ്യത്തിലും
സ്വരൂപത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു. And God has created us in our image, the one who is the owner, who is above all, who owns this entire kingdom. ദൈവം ആകാശവും ഭൂമിയും ആദ്യമേ സൃഷ്ടിക്കുകയുണ്ടായി. God made the heavens and the earth at the beginning. സ്വർഗം എങ്ങനെ മനോഹരമായി ഇരിക്കുന്നുവോ അതുപോലെ മനോഹരമായ ഒരു ഗോളമായിരുന്നു ഭൂമിയും. And however beautiful heaven was, that's how beautiful earth was at that time. 115 സങ്കീർത്തനത്തിന്റെ 16 വാക്യത്തിൽ ഹല്ലേലൂയ, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. And in Psalm 115 verse 16 it tells us clearly that God gave earth to mankind. ദൈവം വളരെ മനോഹരമായി സ്വർഗം പോലെ തന്നെ മനോഹരമായി ഭൂമിയെ സൃഷ്ടിക്കുവാൻ കാരണമുണ്ട്. There is a reason that God made the earth as beautiful as the heavens. ദൈവത്തിന്റെ നിത്യ പദ്ധതിയിൽ സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുക എന്നുള്ളതാണ്. And his plan from the very beginning was that heaven and earth should be one. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഹല്ലേലൂയ, കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ in the dispensation of the fullness of the age എന്ത് സംഭവിക്കുവാൻ പോകുകയാണ്? സ്വർഗവും ഭൂമിയും ഒന്നായി തീരുവാൻ പോകുകയാണ്. And it's clearly explained in Ephesians chapter 1 verse 10 that God's purpose in the fullness of time was to unite all things in him. വെളിപ്പാട് പുസ്തകം heaven and on 21-ാം earth. അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്നും പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. And we read in Revelation about how the new Jerusalem is going to come down to be on this earth. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം ഭൂമിയിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നുകൊണ്ടായിരിക്കും നിത്യതയിൽ സർവശക്തിയുള്ള ദൈവം സകലത്തെയും ഭരിക്കുന്നത്. And it is through this new Jerusalem on this earth that God will be ruling over all. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. ഇത് നമ്മുടെ പ്രാർത്ഥന, ഇതാ നമ്മുടെ പ്രാർത്ഥന, നിത്യത കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. And that is why the Lord taught us to pray, your kingdom come, your will be done on earth as it is in heaven. It is looking to eternity that we're able to pray that ഈ prayer. താൽക്കാലികമായി കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല നമ്മുടെ പ്രാർത്ഥന. Our prayer നമ്മൾ is ഉന്നം വെച്ചിരിക്കുന്നത് സ്വർഗവും ഭൂമിയും ഒന്നായി ചേർന്ന് കർത്താവിനോടുകൂടെ രാജാക്കന്മാരായി പ്രഭുക്കന്മാരായി ഹല്ലേലൂയ നിത്യമായി വാഴുന്ന ആ വാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന. Our prayer is not looking at what is temporary and around us, but it is with that aim that one day we will be rulers and priests along with our Lord and Savior. എന്നാൽ മാനവജാതി പാപത്തിൽ അകപ്പെട്ടപ്പോഴാണ് ഈ ലോകം ശാപപൂർണമായി തീർന്നത്. And we know that unfortunately that this earth ended up falling as a result of mankind's fall into sin. മുള്ളും പറക്കാരെയും പാപം ചെയ്തതിന് ശേഷമാണ് വന്നത്. And we see that all of these evil things came about as a result of man's sin. ഈ ഭൂമിയെല്ലാം ഒന്നായി ഒരു ഗോളമായിട്ടായിരുന്നു, 7 ഭൂഖണ്ഡമായിട്ടല്ലായിരുന്നു. It was all together united. It was not 7 continents at that ഉൽപ്പത്തി time. പുസ്തകം പറയുന്നുണ്ട് പേലഗിന്റെ കാലത്താണ് ഭൂമി 7 ഭൂഖണ്ഡമായി പിരിഞ്ഞതെന്ന്. And we read that it is in the time of Peleg that there were 7 continents formed. സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മുടെ കർത്താവ് ഭരിക്കുമ്പോൾ ഈ കാണുന്ന ഭൂമി കുലുക്കവും ഇവയെല്ലാം കാരണം ഈ ഭൂമി വീണ്ടും ഒന്നായി ചേരാൻ പോകുകയാണ്. വളരെ വ്യക്തമായി തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. In the book of Revelation, we can see that the reason why earthquakes and things like that happen is that the earth is one day trying to become one again. നമ്മുടെ മുമ്പിൽ വലിയ ഒരു ഡ്രീം ഉണ്ട്. ഈ ലോകത്തുകാർക്കുള്ള ഡ്രീം അല്ല നമ്മുടെ ഡ്രീം. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഭാവി പ്രത്യാശ ശേഷിച്ചിരിക്കുന്നു. We have a specific dream, and that is that we have a bright future ahead of us. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ
ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് കാണുന്നത്, സൃഷ്ടിച്ചതിന് ശേഷം പറയുന്നു സകലത്തെയും അടക്കി വാഴുക, കടലിലുള്ളത്, ആകാശമണ്ഡലങ്ങളിലുള്ളത്, ഭൂമിയിലുള്ളത് സകലത്തെയും അടക്കി വാഴാൻ അധികാരം കൊടുത്തിരിക്കുക. ഒരു രാജകീയ പദവിയോടുകൂടെയാണ് ആദാമിനെ സൃഷ്ടിച്ചത്. In Genesis chapter 1, verses 26 through 28, we see that God gave Adam the authority to rule over everything on earth, all the beasts of the earth, everything that flies through the air. God gave him that authority. മറ്റു പുസ്തകം ഒന്നും വായിച്ചില്ലേലും മനോരമ ഒരു ദിവസം വായിച്ചാൽ മതി. എത്ര പേരെയാ ആന കുത്തി കൊല്ലുന്നത്, എത്ര പേരെയാ സിംഹം കൊല്ലുന്നത്, എത്ര പേരെയാണ് കരടി കൊല്ലുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാ ഉണ്ടായത്? Why is it now that when we open the newspaper, we see wild animals killing people and hearing about that all the ഈ time? വൈൽഡ് നേച്ചർ ഒക്കെ ഈ ആനിമൽസിന് വരാൻ കാരണം പാപമാ, മറ്റൊന്നുമല്ല. പാപം മാത്രമാ. The reason why this wild nature was put into the animals of this world is because of sin. ഈ മൃഗങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഈ വൈൽഡ് നേച്ചർ മനുഷ്യർക്കും വരാൻ കാരണം ഇതുകൊണ്ടൊക്കെ ഈ പാപം. It's not just animals, but this wild nature was also put into mankind as നമ്മുടെ well. കർത്താവേ 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴുമ്പോൾ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ പൊസഷൻ ആയിരിക്കും. When Christ will reign for 1000 years, this earth will become the possession of the Holy Spirit. ഒന്നും രണ്ടും വാക്യങ്ങളല്ല, അനേക വാക്യങ്ങളാണ്. ഹല്ലേലൂയ. സഹസ്രാബ്ദ വാഴ്ചയിൽ ഭൂമിയിലെ സകലത്തിന്മേലും ആത്മാവ് വ്യാപരിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. And it's not just in one or two verses, but there are many passages that point to the fact that the Spirit will be filling throughout the world and in all things. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവ് സകലത്തിന്റെ മേലും വാഴുന്നതായ സന്ദർഭത്തിലാണ് ചെന്നായി പുള്ളിപ്പുലിയോടുകൂടെ കളിച്ച് കിടക്കുന്ന കാണാൻ സാധിക്കുന്നത്. And വൈൽഡ്നെസ് ഒക്കെ ഈ പുള്ളിപ്പുലിയുടെ അങ്ങ് മാറിയെന്ന്. And that is why in the book of Isaiah, it's because the Holy Spirit is reigning over everything that we're able to see that even the lion is being with the child and nothing is happening and no harm is befalling the child. ഒരു അമ്മച്ചി വീട്ടിലിരുന്ന് മുറ്റത്തോർക്കൊന്ന് നോക്കിയപ്പോൾ കൊച്ചു ചെറുക്കൻ 2 വയസ്സുള്ള ചെറുക്കൻ അണലിയോടുകൂടെ കിടന്ന് കളിക്കുക. 11-ാം വാക്യത്തിൽ ഞാൻ പറയല്ല, യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന. And in the book of Isaiah, we read about the child putting his hand into the viper's nest and nothing happens. ഈ കോബ്രയുടെയും സകലത്തിന്റെയും ഈ വിഷം അങ്ങ് പോകും. All the poison of these snakes will disappear once the Holy Spirit is reigning. എന്നാ കാര്യം? Why is that? ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ പ്രസംഗിക്കണ്ട, ഞങ്ങൾ ആരും പ്രസംഗിക്കണ്ട. ഒന്ന് പറഞ്ഞേ, എന്താ കാര്യം? പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യെശയ്യാ പ്രവചനം 32. ഹല്ലേലൂയ, സ്തോത്രം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മരുഭൂമി ഒന്നും ഉണ്ടായിരിക്കത്തില്ലെന്ന്. ഈ വളവിടാനൊന്നും നമ്മൾ വാൾമാർട്ടിലൊന്നും മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. 100 മേനി വിളവാ. ഈ മഞ്ഞ ആകാശത്ത് നിന്ന് പെയ്യുമ്പോൾ 100 മേനി വിളവാ ഉണ്ടാകുന്നത്. In Isaiah 32 verse 15, till the Spirit is poured upon us from on high, and the desert becomes a fertile field, and the fertile field seems like a forest. ആത്മാവിനെ വ്യാപിച്ചോണം. അടുത്ത സ്റ്റെപ്പാണ് അത്. ആ സ്റ്റെപ്പിലോട്ട് എനിക്ക് പോകാൻ സമയമില്ല, വേറൊരു ദിവസം അതിനെപ്പറ്റി സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. മുമ്പോട്ട് സമയത്തിന്റെ അനുസരിച്ച് മുമ്പോട്ട് പോയിക്കൊള്ളാം. I'll keep moving forward as we're running short on time. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ രാജ്യം, ഹല്ലേലൂയ, സ്തോത്രം, എന്ത് മനോഹരമാണെന്നറിയാം. Something that we need to understand is how beautiful is the kingdom of God. ദൈവരാജ്യം ആരംഭിക്കുന്നതെന്ന് പറയുന്നത് ഈ സഹസ്രാബ്ദ വാഴ്ചയിലൊന്നുമല്ല. The kingdom of God didn't start, is not going to start at millennium. It started from the creation. Hallelujah. സൃഷ്ടിപ്പ് മുതൽ ദൈവരാജ്യം ആരംഭിച്ചു. The kingdom of God began from the time of creation. അതങ്ങ് എറ്റേണിറ്റി വരെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. And it continues on through eternity. സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്ന അതിനകത്തെ ഒരു ചാപ്റ്റർ, ഒരു ഭാഗം മാത്രമാണ്.
And what we read is simply a glimpse or a chapter of what is to take place. ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒറ്റ കാര്യം കൂടി പറയാനേ എൻ്റെ മുമ്പിൽ സമയമുള്ളൂ. ആ ഭാഗം പറഞ്ഞിട്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നിന്ന് വിശ്രമിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. I want to share one more thought before concluding this message. യഹോവയായ ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാതി രാജാവായി പട്ടാഭിഷേകം ചെയ്യുന്നതിന് മുമ്പുള്ള ചില കാര്യം. There are a few things before our Lord Jesus Christ is anointed ruler over all the earth that must take place. കർത്താവായ യേശുക്രിസ്തു പട്ടാഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഇപ്പം വരാത്ത കാര്യം എന്നാ? Why is it that our Lord Jesus Christ is not receiving that authority and reigning on earth now? സർവശക്തിയുള്ള ദൈവം എന്തുകൊണ്ടാണ് എതിർ ക്രിസ്തുവിനെ വരും കാലത്ത് പെർമിറ്റ് ചെയ്യുവാൻ പോകുന്നത്? Why is it that our Almighty Father is going to allow the Antichrist to reign for some time? ഇസ്രയേലിൽ എന്തുകൊണ്ടാണ് മശിഹ ഇറങ്ങി വന്ന് അവരെ വാഴാത്തത്? Why is it that the Messiah is not reigning over Israel at this time? കർത്താതി കർത്താവ് രാജാതി രാജാവായിട്ടല്ല ആദ്യം ചെയ്യുന്നത്. കർത്താതി കർത്താവിന് ഒരു പ്രസവം നടക്കേ ആദ്യം വേണ്ടിയത്. It is not that he should come first as King of Kings and Lord of Lords, but first there must be a birth pain that takes place. അത് ഇസ്രയേലിന്റെ ജീവിതത്തിലും വേണം, നമ്മുടെ ജീവിതത്തിലും വേണം. That birth pain is needed in our lives as well as in the lives of the people of Israel. തിരുസഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോടെ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു നിങ്ങളിൽ വീണ്ടും ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ. പൗലോസിനൊരു വലിയ പ്രസവ വേദന. And so we see that that Apostle Paul in Galatians chapter 4 verse 19 says, "My little children, of whom I travail in birth again until Christ be formed in you." ഇന്ന് വലിയ ഒരു മെസ്സേജ് ഡോക്ടർ ജയിൽ നിന്ന് നാം കേട്ടത്. We heard a great message from Dr. Ajay this We morning. all are missionaries. നമ്മളെല്ലാവരും മിഷണറിമാരാണ്. All of us are missionaries. മിഷണറിമാരുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? What is a quality of a missionary? We all must have a birth wine. പൗലോസിനെ പോലെ ഒരു birth wine ഉണ്ടായിരിക്കണം. All of us need birth pains, just like Paul did. ഇവിടെ ഇരിക്കുന്നവർക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റി ഒരു birth wine ഉണ്ടായാൽ സംശയമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രസവം നടക്കും. If we have that type of birth pain for those who are lost, then there's no doubt that at the time when delivery needs to happen, it will നിങ്ങളുടെ happen. ശുശ്രൂഷയിൽ കൂടെ ആത്മാക്കളെ കിട്ടും, സംശയമില്ല. There is no doubt that there will be people saved through your ministry. നമ്മുടെ ജീവിതത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റി ഒരു ബർത്ത് വാങ്ങി ഉണ്ടായിരിക്കണം. We need to have a birth pain regarding all those who are being lost. ഇസ്രായേൽ മക്കൾക്ക് മശിഹ വാഗ്ദത്തം ചെയ്തതാണ്. The Messiah was promised for the people of Israel. എന്നാൽ അവർ മശിഹയെ നൊന്ത് പ്രസവിക്കേണ്ടിയിരിക്കുന്നു. But before that, they need to experience some birth pains. അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൊക്കെ അവർ പ്രസവിക്കാൻ നോക്കിയിട്ടുണ്ട്. And through their sufferings, they have tried to go through those birth pains. ഇശയ്യാ പ്രവചനം 37:3 ഹിസ്കിയാ രാജാവ് പറയുന്നുണ്ട്, ഓ ഞങ്ങൾ പ്രസവിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. And in King Hezekiah says, we are about to give birth, but we don't have the energy for it. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസംഗിക്കേണ്ട ഒരു വിഷയമാണ് മീകാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 5-ാം അധ്യായത്തിന്റെ 3 വരെ. And we see the condition of the people of Israel in the book of Micah. മീകാ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ ഇടയിൽ രാജാവില്ലയോ, നൊന്ത് പ്രസവിക്കുക. And Micah is saying, isn't there a king before you? It is time to give birth. പ്രസവിക്കുക പറയുകയാണ്. And he is exhorting them that it is time to give birth. And in Jeremiah it also says the same. രാജാവേ, മന്ത്രി നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഒരു പ്രസവം നടക്കാത്തത്? And in Jeremiah we also read the same thing. There is a ruler and a king that is ready for you. Why are you not giving birth? പ്രസവം നടക്കാത്ത കാര്യം ഞാൻ ഒരു മിനിറ്റിൽ ഓർപ്പിക്കട്ടെ. And let me remind you why that hasn't taken place yet.
yet. മക്കൾ ദൈവത്തിലല്ലേ ആശ്രയിക്കുന്നത്, ലോകശക്തിയിൽ ആശ്രയിക്കുന്നത്. It is because they are not relying on God, they are relying on the powers of this അന്നും world. ഇന്നും അവർ ആശ്രയിക്കുന്ന ലോകശക്തികളിലാണ്. They are relying on the powers of this ഈ world. ലോകശക്തികൾ അവരെ രക്ഷിക്കുമെന്ന് പറയുകയാണ്. They believe that the powers of this world can save them. അതുകൊണ്ട് യഹോവയായ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ പോകുകയാണ്. And so God is going to do something. ഈ ലോകശക്തികളെല്ലാം എതിർക്രിസ്തുവിന്റെ കയ്യിൽ കൊടുക്കാൻ പോകുകയാണ്. He is going to give all the powers of the world over to the Antichrist. എതിർക്രിസ്തു യഹൂദന്മാരോട് വെറുക്കുന്ന ഒരു സമയം രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകും. There is coming a time when the Antichrist will be against all of the Jewish people. സകലവും അവർക്കെതിരായി തീരും. All the powers of the world will be against them. അവരുണ്ടാക്കിയ പണമെല്ലാം എതിർക്രിസ്തുവിന്റെ കയ്യിലാകും. All of their financial resources will end up in the hands of the Antichrist. യെരൂശലേം മുഴുവൻ എതിർക്രിസ്തുവിന്റെ കയ്യിലാകും. Jerusalem will be held by the Antichrist. സകല ഡൊമിനിയനും എതിർക്രിസ്തുവിന്റെ കയ്യിലാകും. All dominion will be under the Antichrist. അവരുടെ ആശയെല്ലാം നഷ്ടമാകും. All of their hope will be diminished. ലോകം അവരെ രക്ഷിക്കുമെന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. They had hoped that the world would save them. എതിർക്രിസ്തുവിൽ കൂടെ ദൈവം അവരെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഈ ലോക രാഷ്ട്രം നിങ്ങളെ രക്ഷിക്കയില്ല. But God is teaching them a lesson through the Antichrist that this world will not save അപ്പോൾ them. അവരൊരു നൊന്തു പ്രസവം ഉണ്ടാകും, വേദന ഉണ്ടാകും. And it is before this that they will begin to experience those birth pains. ആ ബെർത്തുബായിങ്ങാണ് വെളിപ്പാട് 12:1 മുതൽ 6 വരെ കാണുന്നത്. And that is what we read in Revelation chapter 12 verses 1 onwards. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, There is a woman who is like the അവളുടെ sun, കാലിൽ ചന്ദ്രൻ, with the moon under her feet. 12 നക്ഷത്രങ്ങൾ അവളുടെ കിരീടം. Her crown is made of 12 stars. അവൾ ഗർഭിണിയായി. She was pregnant. ആരാണ് ഈ സ്ത്രീ? And who is this woman? ഇസ്രായേലാണ് ഈ സ്ത്രീ. This is Israel. അവൾ ഗർഭിണിയായി. She was pregnant. ആരെ ഗർഭിണിയായി? Who was she pregnant with? ലോകത്തെ അടക്കി വാഴുവാനുള്ള മശിഹാ തമ്പുരാനെ ഗർഭിണിയായി. She was pregnant with the Messiah who was supposed to take control of this world. വാക്യങ്ങൾ വരുമ്പോൾ അവൾ ഈ സ്ത്രീ ഈ മാൻ ചൈൽഡിനെ പ്രസവിക്കുകയാണ്. And we see in verses 5 and 6 she gives She birth to a gave male birth to child. the man child. She gives birth to a male child. ആരാണ് ഈ മാൻ ചൈൽഡ്? Who is this male child? He is going to rule all the nations with a rod of iron. ആരാണത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. It is our Lord Jesus Christ. അത് വരാൻ പോവുകയാണ്. And this is going to take place. യേശുക്രിസ്തുവിന്റെ കാലത്താണ് വരാൻ പോകുന്നത്. And this is going to happen during the time of the Antichrist. ആ കാലത്തേക്ക് In that time, അവർ നൊന്ത പ്രസവിക്കും. she'll give birth before then. ഈ ആൺകുട്ടിയാണ്. And she's going to give birth to this male child. ഈ ആൺകുട്ടി This male child പിതാവിന്റെ സന്നിധിയിലേക്ക് ആകാശമേഘങ്ങളിൽ കൂടെ എടുക്കപ്പെടുകയാണ്. and this male child is being caught up to God and to his throne. അവനെയാണ് പട്ടാഭിഷേകം ചെയ്യുന്നത്. He is the one who is going to be given all authority and that anointing. ആദ്യം കർത്താവിനെ ഗർഭം ധരിക്കണം. First, she needs to be pregnant with the male child, പിന്നെ കർത്താവിനെ പ്രസവിക്കണം. and she needs to give birth to Christ. പിന്നെ കർത്താവിന് പട്ടാഭിഷേകം വേണം. And after that, Christ needs to be given that anointing and 3 all കാര്യങ്ങൾ authority. എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. There are 3 things that we need. ഒരു പ്രഗ്നൻസി നമുക്ക് ആവശ്യമാണ്. We need a pregnancy. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രയാസത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, If there is something that we are worried about or suffering ആ through, പ്രയാസത്തിന് നിങ്ങൾക്ക് പരിഹാരം വേണ്ടത് ആ പ്രയാസ പരിഹാരകനായ യേശുവിനെ ഗർഭം ധരിക്കുക എന്നുള്ളതാണ്. whatever the problem is, the solution that we have is that we need to give birth to Christ. ഒരു ദിവസം ഉപവാസം ഇരുന്നാലും 9 ദിവസം ഉപവാസം ഇരുന്നാലും 100 ദിവസം ഉപവാസം ഇരുന്നാലും യേശുവിനെ നിന്റെ വിഷയത്തിന്മേൽ നീ പ്രസവിക്കണം. നിന്റെ വിഷയം മാറിപ്പോകും. And however long it takes, we need to take that before the Lord and give birth to Christ through our problem. രോഗിയായിക്കോട്ടെ, നിന്റെ പ്രശ്നം എന്തായിക്കൊള്ളട്ടെ, ഒരു ഗർഭധാരണം ഉണ്ടായി
മതി. യേശുവിന് നിന്റെ വിഷയത്തിന്മേൽ നീ ഒരു പ്രസവം നടത്തുകയാണെങ്കിൽ നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ മഞ്ജുപോലെ ഉരുകിപ്പോകും. Whatever the disease might be, whatever the problem might be, if we experience those birth pains and give birth to Christ in the midst of our problem, whatever that problem is will be removed. ആർക്കേറ്റെടുക്കാം? Let's take hold of that. മുമ്പോട്ട് വന്നാട്ടെ. ആർക്കേറ്റെടുക്കാം? പാട്ട് കഴിഞ്ഞിട്ട് ആശീർവാദം പറയുന്നതിന് മുമ്പായിട്ട് 1 മിനിറ്റ് ഇരിക്കണം. നമ്മുടെ സെക്രട്ടറിക്ക് ചില അത്യാവശ്യമായ കാര്യങ്ങൾ പറയുവാനുണ്ടോ? പ്രാർത്ഥിച്ച ആശീർവാദം പാസ്റ്റർ തോമസ് സാമുവേൽ പറയുന്നതായിരിക്കും. പാടുന്നവർ മുമ്പോട്ട് കടന്നു വന്നാട്ടെ. വിഷയത്തിന്മേൽ ഒരു വിടുതൽ ഉണ്ടാകണം. We need a deliverance for the whatever problem we're നിന്റെ facing. വിഷയത്തിന്മേൽ നീ തന്നെ വിടുതലേറ്റെടുക്കണം. You need to take hold of that നീ ഒരു deliverance. പ്രവാചകന്റെ പുറകെ പോകരുത്. Don't go running after a prophet. നിനക്ക് നിന്റെ വിഷയത്തിന്മേൽ കർത്താവിനെ പ്രസവിക്കുവാൻ സാധിക്കുമോ? Will you be able to give birth to Christ for your problem? കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. May God bless us all. താങ്ക് യു. ഉന്നത വിളിക്കൂ യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറല്ലേ. ഉന്നത വിളിക്കൂ യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറല്ലേ. ആമേൻ. മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന, മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന നന്നലെന്റെ വന്യപാത എന്നും ഒന്നായി വന്നിച്ചിടാം. നന്നലെന്റെ വന്യപാത എന്നും
സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ അജയ് പിള്ളയിൽ നമ്മളെ ചലി ചെയ്യുവാതക്കണം ദൈവത്തിൻ്റെ ആത്മാവിടെയാക്കിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവസാനമായി നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മുടെ കർത്താവാണ്. ദൈവത്തിലേക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ഈ ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ട് നടക്കുന്ന എല്ലാ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ലായിരിക്കും കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മടങ്ങി വരകൾ ദൈവത്തിൻ്റെ സഹായവും കൃപയുണ്ടായിരിക്കണതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മഹത്വത്തിന് പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ പരപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃപ്പകൽക്കാലത്തിനായി ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭം മുതൽ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ദൈവകൃപയെ സൂക്ഷിച്ചരാ ഞങ്ങൾ വാഴ്ത്തുന്നു. കാംക്ഷമാന ദൂത അവിടുന്ന് നിരാസ്മാരിന്ന് കേൾപ്പാനിടയാക്കിയ സ്തോത്രം. ഈ ബലത്തോട് പോക എന്ന് ഗിരിയനോട് പറഞ്ഞതുപോലെ കർത്താവേ, ദൈവസ്ഥലിൽ നിന്ന് പ്രാപിച്ച ബലത്തോടുകൂടെ ഞങ്ങൾ വെളിയിൽ പോയി അവിടെ ചെയ്യുവാതക്കണം. അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിപ്പാൻ കുഞ്ഞാടെ ഞങ്ങളുടെ അക്കുവേടുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ നാട്ടിൽ കടന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രകർത്താവിന്റെ സാന്നിധ്യ കൃപയുണ്ടായിരിക്കും. സമാധാനത്തോട് വീണ്ടും ദൈവസഭയിൽ കടന്നു വന്നേ നിന്നെ മൗത്തപ്പെടുത്തുവാനിടയാക്കി ചുവയോർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലായിരിക്കും കർത്താവിന്റെ ആശ്രയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലൂടെ പോയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നീ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കാലിക ആവശ്യമാണ് ദൂത് അവിടുന്ന് തന്നതിനാൽ നിന്നെ വാഴ്ത്തുന്നു. നാളെ മുതൽ നടക്കുന്ന എല്ലാ പ്രയർ മീറ്റിങ്ങിനായി സ്തോത്രം. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും പ്രകൃതിയുടെ മേലധികാരമുള്ള സർവശക്തനായ ദൈവം അവിടുന്നാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ശരീരത്തിൽ സൗഖ്യമില്ലാതെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനമയച്ച് അവിടുത്തെ വചനമയച്ച് ഇപ്പോൾ കാലം ജീവിതത്തിൽ വിടുതലും ആശ്വാസവും സൗഖ്യം കണ്ടെത്തുവാൻ കർത്താവേടിയാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കണേ. അനുഗ്രഹങ്ങളോടുകൾ പറഞ്ഞാല് വരവിന് പ്രത്യാശാലുള്ളത് നിർച്ചാല് യേശു നിസ്തുല്യ നാമത്തിൽ തന്നെയും അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാരം മനസാലി യമഹോനത പരനെ വന്ദനം നിനക്ക അമീൻ മനസ് വന്ദനം നിനക്കാമീൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന് സ്നേഹം ദിനംതോറും നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കാവലും പരിപാലനവും പ്രിയമുള്ളവരെ നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ മകൾ പ്രത്യക്ഷം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും കർത്താവായ യേശുക്രിസ്തുവിനെ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. May God bless you all. Have a great week. Tomorrow, December 1st.